പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഗണിതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആംഗിൾസ് കോണുകളുടെ ആദ്യ ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആളുകൾ ആദ്യം അത് കണ്ടിട്ട് വേണം ഈ ക്ലാസ്സിലേക്ക് വരാൻ. അതിൽ നമ്മൾ ആംഗിൾസ് എന്താ പറഞ്ഞു, ലൈൻസ് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻസ് പറഞ്ഞു, കോണെന്താണ്, പലതരം കോണുകളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വരകളും വ്യത്യസ്തമായ വരകളെ പറ്റിയും ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു റൈറ്റ് ആംഗിൾ മട്ടകോണ്, അതുപോലെ തന്നെ അക്യൂട്ട് ആംഗിൾ ന്യൂനകോണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ ബൃഹത് കോണ്, ഈ 3 കോണുകളെ കുറിച്ചും പറഞ്ഞു. അതിൽ നമ്മൾ പറയാൻ വിട്ടുപോയ 1-2 കാര്യങ്ങളും കൂടി ഉണ്ട് ആ ഭാഗത്തിൽ. ആദ്യത്തെ നമ്മൾ പറയാനുള്ളത് കോംപ്ലിമെൻ്ററി ആംഗിൾ, അതായത് റൈറ്റ് ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ മട്ടകോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഈ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 നിന്ന് തുടങ്ങി 90 ഡിഗ്രിക്ക് തുല്യമായ കോണിന് പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ കൺസെപ്റ്റിൽ തന്നെ നമ്മളൊരു ആംഗിൾ വരച്ച് 90 ഡിഗ്രിയുള്ള ആ 90 ഡിഗ്രിയുള്ള ആംഗിൾ നമ്മൾ 2 തുല്യ ഭാഗമായിട്ടോ അല്ലെങ്കിൽ 2 വ്യത്യസ്ത ഭാഗമായിട്ടോ നമ്മൾ മുറിച്ചു. അപ്പോൾ അതിൽ ആ 90 ഡിഗ്രിയുള്ള ആംഗിൾ എത്ര ആംഗിളായി മൊത്തം? 2 വ്യത്യസ്ത ആംഗിളും പിന്നെ ഒരു മൂന്നാമത്തെ വലിയ ആംഗിളായി മാറി. അപ്പം അങ്ങനെ 2 കോണിൻ്റെ തുക 90-ന് തുല്യമായാൽ അതിന് പറയുന്ന പേരാണ് കോംപ്ലിമെൻ്ററി ആംഗിൾ. അപ്പോൾ ഒരു കോണിന് 90-ന് തുല്യമായാൽ പറയുന്ന പേരെന്താ? റൈറ്റ് ആംഗിൾ, മട്ടകോൺ. അപ്പോൾ ഈ 2 കൺസെപ്റ്റ് മറക്കരുത്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 2 ആംഗിൾസിൻ്റെ സമ്മ് 90-ന് തുല്യമായാൽ അതിന് പറയുന്ന പേരാണ് കോംപ്ലിമെൻ്ററി ആംഗിൾ. അതുപോലെ തന്നെ പഠിക്കാനുള്ളൊരു കാര്യമാണ് സപ്ലിമെൻ്ററി ആംഗിൾ. അപ്പോൾ സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ 2 ആംഗിൾസിൻ്റെ സമ്മ്, 2 കോണുകളുടെ തുക 180-ന് തുല്യമായാൽ പറയുന്ന പേരാണ് സപ്ലിമെൻ്ററി ആംഗിൾ. അതുപോലെ തന്നെ സപ്ലിമെൻ്ററിയും കോംപ്ലിമെൻ്ററിയും എല്ലാവർക്കും പെട്ടെന്ന് മാറാൻ ചാൻസ് ഉണ്ട്. ഇനി സപ്ലിമെൻ്ററി ഏതാണോ, 90 ഇനി കോംപ്ലിമെൻ്ററി 180 എന്നുള്ളൊരു കൺഫ്യൂഷൻ വരണ്ട. കോംപ്ലിമെൻ്ററി എന്നുള്ളപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളെ ആൽഫബറ്റിലെ ഒരു അക്ഷരമാണ്, ഇംഗ്ലീഷ് അക്ഷരമാല ഒരു അക്ഷരമാണ് സി. അപ്പോൾ നമുക്ക് നോർമലി അറിയാം. അപ്പോൾ ഇതിലിപ്പോൾ 90-യും 180-യും ഉള്ളത്, ഈ ഒരു കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി വെക്കുക. അതിൽ 90 കുറഞ്ഞ ഡിഗ്രിയാണ്, 180 കൂടിയതുമാണ്. അപ്പോൾ ആ കോംപ്ലിമെൻറ്റിൻ്റെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. സപ്ലിമെൻ്ററിൻ്റെ എസ് എന്താണ്? അക്ഷരമാലയിൽ അവസാനത്തുമാണ്. അപ്പോൾ കോംപ്ലിമെൻ്റ് എപ്പോഴും ആലോചിക്കുമ്പോൾ എന്താ വെച്ചാൽ, കോംപ്ലിമെൻ്റ് പറഞ്ഞപ്പോൾ ഒരു ഗിഫ്റ്റ് എന്നൊക്കെയാണ് അർത്ഥം. ഗിഫ്റ്റ് കിട്ടുക, കോംപ്ലിമെൻ്റ് എന്നൊക്കെ നമ്മൾ സാധാരണ കോംപ്ലിമെൻ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഗിഫ്റ്റൊക്കെ കിട്ടിയെന്നാണ് അർത്ഥം. അപ്പോൾ സി എന്ന് പറയുമ്പോൾ ആദ്യം 90 ആലോചിക്കുക. ഏറ്റവും ചെറുത് സി അല്ല. അപ്പോൾ സി അതിൽ നമ്മളിപ്പോൾ രണ്ട് മെഷർമെൻറ്റുകളിൽ 90 ആലോചിച്ചാൽ മതി. അപ്പോൾ പിന്നെ എസ് എന്താ ലാസ്റ്റാണ്, അപ്പോൾ അത് 180 ആലോചിച്ചാൽ മതി. അതിൽ ഏതോ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കോംപ്ലിമെൻ്റ് ചെറുതാണ് അല്ലെങ്കിൽ 90 ആണെന്ന് ആലോചിച്ച് വെച്ചാൽ സപ്ലിമെൻ്റിന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം 180 ആണെന്ന്. ഈ സപ്ലിമെൻ്ററി ആയിട്ട് ബന്ധപ്പെട്ട 2 കാര്യങ്ങളും കൂടി പറയാനുണ്ടായിരുന്നു. ഒന്ന് ലീനിയർ പെയർ, രേഖീയ ജോഡി. ഒരു രേഖീയ ജോഡിയുടെ കോണിൻ്റെ തുക ചോദിച്ചാൽ 180 ഒരു 2 സപ്ലിമെൻ്ററി ആംഗിളിൻ്റെ തുകയും 180 ആണ്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആംഗിൾ, ഒരു സർക്കിളിൻ്റെ ഫുൾ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിഗ്രി വരുന്നത് 360 ആണ്. അപ്പോൾ ആ സർക്കിളിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പൊട്രാക്ടറിനെ പോലത്തെ ഒരു ഹാഫ് സർക്കിൾ അല്ലെങ്കിൽ ഒരു മൂണിനൊക്കെ പോലെ ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെ വെച്ചാലും, ഇനിയിപ്പം പകുതിക്ക് ഒറിസോണ്ടലായി കട്ട് ചെയ്താലും വെർട്ടിക്കലായി കട്ട് ചെയ്താലും ഇനി സ്ലാൻഡഡായിട്ട് കട്ട് ചെയ്താലും ചെരിച്ച് വെച്ചാലൊക്കെ എന്താണ് 180ക്ക് തുല്യമാണ്. അത് എങ്ങനെ വന്നു കഴിഞ്ഞാലും ആ 2 പോർഷനും കൂടി ആ ഒരു ഹാഫ് സർക്കിൾ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പകുതി വൃത്തമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വട്ടമായി കഴിഞ്ഞാൽ അവിടെ 180 ഡിഗ്രി ഉണ്ടാകും. അത് നേരത്തെ വരണം എന്നില്ല, പരീക്ഷയ്ക്ക് ചെരിഞ്ഞ് വരാം അല്ലെങ്കിൽ താഴെ വരാം, എങ്ങനെയും വരാം. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാലും സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാലും ലീനിയർ പെയർ രേഖീയ ജോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ നേരെയുള്ള പകുതി, അതായത് ആ സർക്കിളിനെ പകുതി കട്ടാക്കുന്നതിന് പറയുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ 3 കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാലും 180 ആണ്. അപ്പോൾ ഉദാഹരണത്തിൻ്റെ ചോദ്യം ചോദിക്കണം, ആംഗിൾ ABC ഒരു 110 ആണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര എഴുതും? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ ABC ആംഗിൾ ABD
30 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എത്രയാണ് എല്ലാവരും ഒന്ന് കണ്ടെത്തി വെക്കുക. ലാസ്റ്റ് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ പിന്നെ ബാക്കി പറയാനുള്ളത് പിന്നെ ഏകദേശം നമുക്ക് ഈ ആംഗിൾസിൻ്റെ ഭാഗങ്ങൾ ഇതോടുകൂടി തീർന്നു. അപ്പോൾ ഇതിൽ ആംഗിൾസിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലൈൻസ് പഠിച്ചു. ലൈൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞു. ഹൊറിസോണ്ടൽ, സ്ലാൻഡഡ്, വെർട്ടിക്കൽ, കേളി, പാരലൽ, പെർപെൻഡിക്കുലർ, അങ്ങനെ കുറേ ലൈനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ആംഗിൾ, രണ്ട് ലൈൻസ് വരകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേര് വെർട്ടെക്സ്, മലയാളത്തിൽ പറഞ്ഞാൽ ശീർഷകം. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ആ രണ്ട് ആംഗിൾസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നതാണ്, ആ രണ്ട് ലൈൻസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നതാണ് ആംഗിൾസ്. അപ്പോൾ ആംഗിൾസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഗ്രി, അതിൻ്റെ അളവ് മെഷർമെൻറ്റ് ഡിഗ്രി എന്ന് ഉപയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ആംഗിൾ അളക്കാൻ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഏതൊരു ആംഗിളിൻ്റെയും മെഷർമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിക്കും. ആംഗിൾസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് ഉണ്ട്. മേജറായിട്ട് വരുന്നത് ആ 3 ടൈപ്സാണ്: റൈറ്റ് ആംഗിൾ, മട്ടകോണ്, അക്യൂട്ട് ആംഗിൾ, ന്യൂനകോണ്, ബൃഹത് കോണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ. ഈ ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ആംഗിളും സപ്ലിമെൻ്ററി ആംഗിളും, സ്ട്രൈറ്റ് ലൈനും ലീനിയർ പെയറും. ഇത്രയും കാര്യം നമ്മൾ ആദ്യത്തെ ഭാഗത്തിലും അതും കൂടി നോക്കിയിട്ടുള്ളത്. താങ്ക് യു.